Love, peace and joy. Welcome back to our channel. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് I'm trying to celebrate Holy Mass weekdays പോകാൻ ശ്രമിക്കുന്നുണ്ട്. മൺഡേ പോയായിരുന്നു. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ എല്ലാ ദിവസവും കുർബാനയില്ല. അതേപോലെ രാവിലെ വൈകുന്നേരം അങ്ങനെ 3 നേരമൊന്നും കുർബാനയില്ല. ഒറ്റ കുർബാന ചിലപ്പോൾ ഇപ്പം മൺഡേ ഉണ്ട് ഇവിടെ. ഞാൻ പോകുന്ന ഞങ്ങളുടെ പാരിഷിൽ മൺഡേയും വെനസ്ഡേ ഫ്രൈഡേ ആൻഡ് സൺഡേ മാത്രമേ കുർബാന ഉള്ളൂ കേട്ടോ. പിന്നെ ഈ ഞങ്ങളുടെ ഒരു ഫാദറേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ആ അച്ഛൻ തന്നെ പോയി 2 സ്ഥലത്തും കുർബാന ചെല്ലണം. സെയിൻറ്റ് വിൽഫ്രഡ് എന്ന് പറഞ്ഞ ഒരു ചേർച്ചും അതേപോലെ സെയിൻറ്റ് ജോസഫ് 2 ചേർച്ചിൻ്റെയും കൂടിയുള്ള പ്രീസ്റ്റാണ് ഞങ്ങളുടെ ഫാദർ ഡോസൻ. അപ്പോൾ അച്ഛൻ അതുകൊണ്ട് ഒരു ദിവസം ഇവിടെ പോകുന്നു, അടുത്ത ദിവസം അവിടെ അങ്ങനെയാണ് ചെല്ലുന്നത്. അപ്പം ഞാനിവിടെ മൺഡേ പോയി, ഇന്ന് വെനസ്ഡേയും പോയി. എനിക്കൊരു എന്തോ പോകാൻ തോന്നുന്നു. ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഫോർ മീ. അത്ര ഒരു എനർജറ്റിക് അല്ല പോകാൻ. എന്നാൽ പോലും ഐ ഫീൽ ലൈക്ക് ടു ഗോ. ലണ്ടൻ സീസൺ ആണ്. ഇനിയിപ്പോൾ മേ ബി ഐ ഹാവ് ടു ടേക്ക് എ ബ്രേക്ക്. നിങ്ങൾക്ക് അറിയാമല്ലോ, ആഫ്റ്റർ ചൈൽഡ് ബർത്ത് പെട്ടെന്ന് പുറത്തു പോകാൻ പറ്റില്ലല്ലോ, റെസ്റ്റൊക്കെ എടുക്കേണ്ടി വരും. സോ ഞാൻ വിചാരിച്ചു അപ്പോൾ മാക്സിമം പറ്റാവുന്നിടത്തോളം ഹോളി മാസൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് സ്പിരിച്വലി ഒക്കെ നല്ല സ്ട്രെങ്ത്തിൽ നിൽക്കാം എന്നിങ്ങനെ വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ മൺഡേ പോയപ്പോൾ ഞാൻ ഉണ്ടാക്കിയ എല്ലാ റോസറീസും കൊണ്ടുപോയി ഗൈസ്. അതായത് ഇവിടെ UK വന്നിട്ട് എനിക്കും ജസ്പോയ്ക്കും ആൽവിനും ഒക്കെ ഉണ്ടാക്കിയ റോസറീസ് ഉണ്ടല്ലോ, അതെല്ലാം ഞാൻ മൺഡേ കൊണ്ടുപോയി. അച്ഛനെ കൊണ്ടുവന്ന് സൺഡേസ് പോയിക്കാൻ അച്ഛൻ ഭയങ്കര ബിസി ആയിരിക്കും. അപ്പോൾ ഞാൻ വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് അന്ന് കൊണ്ടുപോയി ഞാനത് ബ്ലെസ് ചെയ്യിച്ചപ്പോൾ തന്നെ ഫാദർ പറഞ്ഞു, ഫാദറിന് ഓൾറെഡി അറിയാം ഞാൻ റോസറി ഉണ്ടാക്കുന്ന ആളാണ്. ബിക്കോസ് നമ്മൾ ഓർഡിനേഷൻ ആനിവേഴ്സറിക്ക് ഫാദറിന് ഒരു റോസറി ഗിഫ്റ്റ് കൊടുത്തായിരുന്നല്ലോ. അപ്പോൾ ഫാദർ എന്നോട് ചോദിച്ചു, ഫാദറിൻ്റെ കയ്യിലൊരു റോസറി ഉണ്ട്, എക്സ്പെൻസീവ് റോസറി ആണ്. എൻ്റെ അടുത്ത് പറഞ്ഞു അത് ഏതോ ഒരു ഹോളി പ്ലേസ്, അതായത് ലൂർദിന്നോ എവിടെ നിന്നോ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇറ്റ്സ് ബ്രോക്കൺ, ചില മുത്തൊക്കെ പോയി, അത് പൊട്ടിയിരിക്കണേണ്, അതൊന്ന് ശരിയാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഫാദറിനോട് ചോദിച്ചു, ചെയിനാണ് ഫാദർ? ചെയിൻ ഞാൻ ചെയ്യാറില്ല, ഞാൻ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഫാദർ പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ, യു ക്യാൻ ഡു വാട്ട് എവർ യു വാണ്ട്, ട്രൈ ചെയ്യാൻ പറഞ്ഞു. ട്രൈ ചെയ്ത് നോക്കുമോ എന്ന് ചോദിച്ചു, റിക്വസ്റ്റ് ചെയ്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഫാദർ, ഗീവ് ഇറ്റ് മീ. അങ്ങനെ ഇന്ന് കുർബാനക്ക് പോയി. ഞാൻ കുർബാന കഴിഞ്ഞ് അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഫാദർ പോയി എടുത്തുകൊണ്ടും വന്ന് ഇതാണ് ആ റോസറി. ഇത് വെയിറ്റ് ഉണ്ട്, അറ്റ് ദ സെയിം ടൈം നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട്. ഇത് കണ്ട, ഞാൻ കുറച്ചും കൂടി ക്ലോസ് ആക്കി കാണിച്ചു തരാം കേട്ടോ. ഇത് നാച്ചുറൽ സ്റ്റോൺസ് വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന റോസറിയാണ്. നാച്ചുറൽ സ്റ്റോൺസ് ആണ്, കാണാൻ പറ്റുന്നുണ്ടോ? അതേപോലെ ബീഡ്സ് ചിലതൊക്കെ ഇല്ല. അപ്പോൾ ചില റോസറി ഞാൻ തുറന്നു നോക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ പൊട്ടി, ചില സ്ഥലത്തൊന്നും ബീഡ്സ് ഇല്ല. കണ്ടോ, ഇതിൻ്റെയൊക്കെ ഇൻ ബിറ്റ്വീൻ ബീഡ്സ് ഒക്കെ പോയി. അങ്ങനത്തെ ഒരു പരുവത്തിലാണ് റോസറി കിട്ടിയേക്കുന്നത്. അത്യാവശ്യം ഉപയോഗിച്ചിട്ടുള്ള റോസറിയാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഫാദർ പറഞ്ഞത് എക്സ്പെൻസീവ് ആണ്. അതേപോലെ ഇത് ലൂർദിന്നാണ് കേട്ടോ, നമ്മുടെ ലൂർദ് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണല്ലോ ലൂർദ്, അവിടുത്തെ റോസറിയാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു റെലിക്സ് പോലെ ഉണ്ട് കണ്ട, അതായത് അവിടുത്തെ മിറാക്കുലസ് വാട്ടർ ആയിരിക്കണം കണ്ടോ. അതിങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്, ഒരു ഗ്ലാസ് ഷീൽഡിൽ വെച്ചിട്ടുണ്ട്. ഇതൊരു സെൻറ്റർ പീസാണ്, അത് നല്ല ക്വാളിറ്റിയുള്ള സെൻറ്റർ പീസ്, കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു. പിന്നെ ക്രൂസിഫിക്സ് ഉണ്ട്, ഇതൊക്കെ കണ്ട നല്ല വെറൈറ്റിയാണ്. അപ്പോൾ ഈ ഒരു റോസറിനെ നമുക്ക് ഒന്ന് ശരിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ പോലെ ചെയ്യാം. കുറേ പേർക്ക് എൻ്റെ റോസറി മേക്കിംഗ് ഇഷ്ടമുള്ള കുറേ പേരുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ. സോ ഐ തോട്ട് ഓഫ് ജസ്റ്റ് മേക്കിംഗ് എ വീഡിയോ അബൌട്ട് റെസ്റ്റോറേഷൻ, റോസറി റെസ്റ്റോറേഷൻ. മേ ബി റീഡിസൈനിങ് എന്ന് പറയാം, റെസ്റ്റോറേഷൻ എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഐ എം നോട്ട് ഗോയിങ് ടു മേക്ക് ദ സെയിം തിങ്. ഇതേപോലത്തെ ഒരു റോസറി തന്നെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ചെയിൻ ഐ എം ഗോയിങ് ടു യൂസ് ബ്ലാക്ക് ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇൻ ബിറ്റ്വീൻ മേ ബി ഐ വിൽ ആഡ് സംതിങ് എൽസ്. അതേപോലെ നമുക്ക് നോക്കാം എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കേട്ടോ. അതായത് നമ്മുടെ റോസറിയുടെ പരുവം ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് അത് ഇരിക്കുന്നത് ഇപ്പോൾ റൈറ്റ് നൗ. അപ്പോൾ നമുക്ക് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ എല്ലാം ചെയിനിൽ കിടക്കണല്ലേ, ഇതെല്ലാം ചെയിനിൽ നിന്ന് ഊരി സെപ്പറേറ്റ് ബീഡ്സ് ആക്കി ആദ്യം എടുക്കണം. എന്നിട്ട് എത്ര ബീഡ്സ് ഉണ്ടെന്ന് നോക്കണം. സോ മോസ്റ്റ് പ്രോബബ്ലി
ഈ 10 ബീഡ്സ് ഇത് തന്നെ വെച്ചിട്ട് ഈ ഹാഫ് ഫാദറിൻ്റെ ബീഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് ബീഡ്സ് മേ ബി ഞാൻ എന്തെങ്കിലും ഒരു ക്രോസോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് എൻ്റെ അടുത്തുള്ള ബ്ലാക്ക് ബീഡ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ബ്ലാക്ക് ബീഡ്സ് ആണ്. അപ്പോൾ ഇത് ഇൻ ബിറ്റ്വീൻ വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഇപ്പോൾ ഇത് കണ്ട, ഇത് ഹോളി സ്പിരിറ്റിൻ്റെ ഒരു പീസാണ്. അതിന് പകരം ക്രോസിൻ്റെയോ സെയിൻറ്റ് ബെനഡിക്റ്റിൻ്റെയോ മിറാക്കുലസ് ലോക്കറ്റിൻ്റെയോ എന്തെങ്കിലും കണക്ഷൻ വെക്കേണ്ടി വരും. ആൻഡ് ബാക്കി ഇതെല്ലാം സെയിം തന്നെ. ഇതൊക്കെ ഇങ്ങനെ തന്നെ ഞാൻ വെക്കും, ഇത് രണ്ടും. ഈവൻ ഈ അച്ഛൻ്റെ ഈ ഒരു കണ്ട, ഈ ക്രൂസിഫിക്സ് അറ്റാച്ച് ചെയ്തേക്കുന്നത് ഇങ്ങനത്തെ ഒരു കണക്ഷനാണ്. ഇതും അങ്ങനെ തന്നെ വെക്കാമെന്ന് വിചാരിക്കുന്നത്. ചെയിൻസ് എല്ലാം മാറ്റണം. അപ്പോൾ നല്ല പണിയാണ്. ഇപ്പോൾ ചെയിനിൽ നിന്ന് ഞാൻ ഇതൊന്ന് ഊരിയെടുത്ത് നോക്കിയതാണ്. കാരണം നമുക്കറിയില്ലല്ലേ ഏത് ത്രെഡ് പറ്റുമെന്ന്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ ത്രെഡ് നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ബ്ലാക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഈ റോസറി ഉണ്ടാക്കാൻ പോകുന്നത്. യെസ്, കണ്ട. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇട്ടിട്ട് കൊടുക്കണം. ഇത് കണ്ട, നാച്ചുറൽ സ്റ്റോൺ ആണിത്. നമ്മൾ സാധാരണ സ്റ്റോൺ പോലെ ഗ്ലോയിങ് ടൈപ്പ് അല്ല. യെസ്, ഗ്ലോസി ഒന്നും അല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് തന്നെ ഇത് ഊരാം. എല്ലാം തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഊരി എടുക്കാം. കുറച്ച് പണിയാണ്, ടൈം എടുക്കും. മേ ബി ഞാനിത് ഇന്ന് ഒറ്റടിക്ക് തീർക്കില്ല. നാളെയും കൂടി ടൈം എടുത്തിട്ട് ചെയ്ത് തീർക്കാം. കണ്ട, ഇതേപോലെ നമുക്കെല്ലാം ഊരിയെടുക്കാം ഫസ്റ്റ്. ഗൈസ്, ഇത് ഈസി അല്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് റോസറി. ഞാൻ ചീത്തയായി പോയത് ശരിയാക്കിയിട്ടുണ്ട്. ഐ മീൻ പൊട്ടിപ്പോയത് ഞാൻ ഓൾറെഡി പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ത്രെഡിൻ്റെയാണ്. അത് നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇത് ചെയിൻ ആയതുകൊണ്ട് കണ്ടോ, ഒരു ബീഡ് ഇങ്ങനെ അത് തുറന്നെടുത്ത് വരുമ്പോൾ തന്നെ അത്യാവശ്യം ടൈം ആവുന്നുണ്ട്. അപ്പോൾ ഇത് ഒറ്റയടിക്ക് തീരില്ല. എനിക്ക് ഒരുപാട് നേരം ഇരിക്കാനും പറ്റില്ലല്ലോ. സോ മേ ബി ഐ വിൽ ടേക്ക് 2 days. ഐ മീൻ ടൈം എടുക്കും. ഇത് എനിക്ക് തോന്നുന്നത് നമുക്കൊരു പുതിയ റോസറി ഉണ്ടാക്കുന്നതിനെക്കാട്ടും പാടാണ് ഇത് റീസ്റ്റോർ ചെയ്യാനും റീഡിസൈൻ ചെയ്യാനും. പ്രത്യേകിച്ച് ചെയിൻ വരുമ്പോഴാണ് പാടട്ടോ. അല്ലെങ്കിൽ പിന്നെ കട്ടർ വേണം. എൻ്റെ അടുത്ത് അതില്ല. എൻ്റെ അടുത്ത് ആകെ കൂടി ഈ ഒരു ടൂളേ ഉള്ളൂ മെയിനായിട്ട്. അതും കൂടി വാങ്ങിക്കണം ഇനി പയ്യെ. റോസറി മേക്കർ ആകുമ്പോൾ നമ്മുടെ അടുത്ത് എല്ലാ ടൂൾസൊക്കെ വേണമല്ലോ. ചെയിൻ ചെയ്ത് പഠിക്കണം എന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഫുള്ള് ത്രെഡാണ് എനിക്കിഷ്ടം. എന്താണെന്നറിയില്ല, എനിക്ക് അങ്ങനത്തെ റോസറീസിനോടാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. ചിലവർക്ക് ഇഷ്ടം ചെയിൻ റോസറിയാണ്. എനിവേ, ഇത് നല്ല ടൈം എടുക്കും ഗൈസ്. കണ്ടോ, കാരണം ഇത് നമ്മൾ പെട്ടെന്ന് വലിച്ചു ഊരിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ബീഡ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, നാച്ചുറൽ സ്റ്റോൺ ആണത്. അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയേക്കണല്ല. ആ സ്റ്റോൺ തന്നെ ഒന്ന് പോളിഷ് ഇങ്ങനെ റൗണ്ടാക്കി എടുത്തേക്കണേണ്. നടുക്ക് എന്നിട്ടൊരു ഡ്രിൽ ചെയ്തേക്കണേന്ന് തോന്നുന്നു. ആ ഹോളിൽ കിട്ടേക്കണത്. ഇത്രയും നേരം ചെയ്തിട്ടതേ ഇത്രയും ബീഡ്സ് ആയിട്ടുള്ളൂ. ഇനി കിടക്കുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. സോ ഗൈസ്, ബീഡ്സ് 59 ബീഡ്സ് ഉണ്ട്. എനിക്കത് എടുത്തപ്പോൾ 2-3 ബീഡ്സ് മിസ്സിംഗ് ആയിട്ട് തോന്നി. പക്ഷേ അത് ഈ ഒരു ബോക്സിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ 59 ബീഡ്സ് ഉണ്ട്. എക്സ്ട്രാ ബീഡ്സ് ഒന്നും ആഡ് ചെയ്യേണ്ട. എന്നാൽ പോലും ഞാൻ വിചാരിക്കുന്നു ഇൻ ബിറ്റ്വീൻ ചെറിയ ഒരു ബീഡ് ആഡ് ചെയ്യാമെന്ന്. ചെറുതായിട്ടുള്ളത്, ഒരു വൈറ്റ് കളറല്ല. നോക്കട്ടെ, വൈറ്റ് അല്ല, ഒരു ട്രാൻസ്പെറൻറ്റ് കളറിൽ അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. ആദ്യം ഞാൻ ഇങ്ങനെയാണ് അതൊന്ന് ത്രെഡൊക്കെ ഇട്ടത്. ഇങ്ങനെ ചെറിയ ഒരു ട്രാൻസ്പെറൻറ്റ് ബീഡ്സൊക്കെ ഇട്ട് നോക്കി ഇടയിൽ. അപ്പോൾ അത് ഭയങ്കര ഒരു എന്തോ പോലെ, കാരണം അതിൻ്റെ ഒരു ഭംഗി പോകുന്ന പോലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു സിമ്പിളായിട്ട് ഇതേപോലെയാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത് കേട്ടോ. ഈ നമ്മളുടെ ഹാഫ് ഫാദർ ബീഡ്സ് ഇങ്ങനെ ഒരു കണക്ഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാം ഇങ്ങനെ ചെറിയ ഒരു കുഞ്ഞു ഡോട്ടായിട്ടുള്ള നോട്ട്സ് ഇട്ടിട്ട് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇതെല്ലാം ചെയ്തെടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഭയങ്കര പാടാണ് ഈ ത്രെഡിൻ്റെ കൂടി കയറാൻ. എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇത് ഉണ്ടാക്കുന്നത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു ടൈം പോകും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാത്തത്. അതും ഒരു ബീഡ്സ് ഇടുന്നത് കാണിക്കാം. ഒരു നോട്ട് ഞാൻ ഇൻ ബിറ്റ്വീൻ കൊടുക്കുന്നുണ്ട്.
യെസ് ഗൈസ്, അപ്പോൾ നമ്മുടെ റോസറിയുടെ പരിപാടി തീർന്ന്. റോസറി ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോണേണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് അഡീഷണൽ ആയിട്ട് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. കാരണം ആ റോസറിക്ക് ഓൾറെഡി അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. ആ ഒരു എന്താ ലോക്കറ്റും, അതേപോലെ ലോക്കറ്റ് അല്ലല്ല, ആ സെൻറ്റർ പീസും, ലൂർദ് മാതാവിൻ്റെ പിക്ചറും, പിന്നെ ബാക്കിൽ വരുന്ന ആ മിറാക്കുലസ് വാട്ടറും, പിന്നെ ക്രൂസിഫിക്സ് ഒക്കെ ഒരു പ്രത്യേക ഭംഗിയുള്ളതാണ്. അപ്പം നമ്മൾ അഡീഷണലി എന്തെങ്കിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി അങ്ങോട്ട് പോകും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തേക്കുന്നത് ഇങ്ങനത്തെ ഒരു 2 കവറിങ് എനിക്കറിയില്ല അതിൻ്റെ പേരെന്താണെന്ന്. ഇങ്ങനെ അതിൻ്റെ ഒരു അക്സറീസ് ഉണ്ട്, റോസറി ബീഡ്സിൻ്റെ അക്സറീസ് ആണ്, അതാണ് ആഡ് ചെയ്തേക്കുന്നത്. നമ്മുടെ റോസറി ഇങ്ങനെയാണ് ഇപ്പോൾ ആയിരിക്കുന്നത് കേട്ടോ. ഞാനത് വേറൊരു ബാക്ക് ക്യാമറയിൽ കാണിക്കാം കണ്ടാ. യെസ്, അപ്പോൾ എന്തായാലും റോസറിയുടെ പരിപാടി കഴിഞ്ഞ് ഞാനപ്പോൾ ഇത് മാക്സിമം ഈ റോസറി വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് അച്ഛന് കൊടുക്കാൻ പോണത് മാക്സിമം. കാരണം നമ്മുടെ കയ്യിൽ ഇത് കിട്ടിയേക്കണേയുള്ള കയ്യിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ റോസറി കിട്ടുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ലൂർദ് മാതാവിൻ്റെ. ഞാൻ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. ലൂർദ്, ഫാത്തിമ, പിന്നെ ഹോളി ലാൻഡിൽ പോകണമെന്നുണ്ട്, വത്തിക്കാൻ സിറ്റി, അങ്ങനെ കുറച്ച് ഹോളി പ്ലേസിലൊക്കെ പോകാൻ എല്ലാവരും ആഗ്രഹിക്കുമല്ലോ. അപ്പോൾ അതേപോലെ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തിൽ ഒരെണ്ണമാണ് ഈ ലൂർദ്. അപ്പോൾ അവിടുത്തെ വെള്ളം മിറാക്കുലസ് വാട്ടറാണ് ഈ മെഡലിലുള്ളത്. അപ്പോൾ അതിൻ്റെതായ ഒരു സന്തോഷമുണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ. സോ മാക്സിമം റോസറി ഞാൻ ചെല്ലി അച്ഛന് കൊടുക്കും. അപ്പോൾ സൺഡേ നമുക്ക് പള്ളിയിൽ പോകുമ്പോൾ അച്ഛന് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഇങ്ങനെ തന്നെ ത്രെഡ് ആയതുകൊണ്ട് നല്ല നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യുകയും ചെയ്യാം. നന്നായിട്ട് വന്നിട്ട് ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാളും ഭംഗിക്ക് എനിക്ക് ചെയ്യാൻ പറ്റി. എന്തായാലും ബാക്ക് ക്യാമറയിൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പ്ലീസ് ഡു കമൻറ്റ് യുവർ വാല്യുബിൾ കമൻറ്റ്സ്. എന്താണ് അഭിപ്രായം, റോസറിനെ പറ്റിയുള്ള അഭിപ്രായം, ലൂർദ് മാതാവിനെ പറ്റി എന്താണ് നിങ്ങളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടോ? ഞങ്ങൾക്കൊക്കെ പച്ചാളത്തുള്ളവർക്ക് അല്ലെങ്കിൽ നാട്ടിലെ കൊച്ചിയിലുള്ളവർക്കൊക്കെ ലൂർദ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. അവിടെ ലൂർദ് ഹോസ്പിറ്റലൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ലൂർദ് എന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റ് ഹോസ്പിറ്റലാണ് ഓർമ്മ വരാറ്. പക്ഷേ പിന്നീട് ഞാൻ ഇതേപോലെ മാതാവിൻ്റെ എക്സിബിഷൻസും ഒക്കെ കുറേ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. അതിൽ 2 എണ്ണമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്തേക്കുന്നത്. എൻ്റെ ഒരു ആഗ്രഹം ഇവിടുത്തെ പാരിഷിൽ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നെയിം ഓഫ് ജീസസ് നമുക്ക് നോക്കാം. മേ ബി ഈ വർഷം പറ്റില്ലെങ്കിൽ അടുത്ത വർഷമെങ്കിലും നല്ലൊരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ഞങ്ങളുടെ ചേർച്ചിൽ ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് അച്ഛൻ പറയാനാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി 2 യങ് മെൻ, അതായത് ഒരു 25 ഉം 22 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള 2 ബോയ്സ്. ഓക്കെ, അതായത് അവർ കാത്തലിക് ചേർച്ചിലേക്ക് വരണേണ്. അവർ ബാപ്റ്റൈസ് ചെയ്യാൻ പോവുകയാണ്. ബാപ്റ്റിസം നടക്കാൻ പോകുന്നവരുടെ കൺഫർമേഷൻ, ഹോളി കമ്മ്യൂണിയൻ എല്ലാം ഈ കമ്മിങ് വീക്സിൽ നടക്കുന്നു. അപ്പോൾ അവർ നമ്മുടെ ചേർച്ചിലേക്ക്, കാത്തലിക് ചേർച്ചിൻ്റെ ഭാഗമായിട്ട് വന്നെയാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷമായിട്ട് എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. ഞാനിപ്പോൾ അവരെ പള്ളിയിൽ കാണാറുണ്ട്, അവർ കുർബാനയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ സാക്രമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഈ കമ്മിങ് വീക്സ് നടക്കും. അപ്പോൾ ഹോളി വീക്കിലാണ് അവരുടെ കംപ്ലീറ്റ് കഴിയുന്നത്. അവരിപ്പോൾ ഒഫീഷ്യലി കാത്തലിക് ചേർച്ചിൻ്റെ ഭാഗമാകാൻ പോകുന്നത് ഈ ഹോളി വീക്കിലാണ്. ഈസ്റ്റർ സൺഡേ എന്തുവാണ് അവരുടെ അതിൻ്റെ മെയിൻ, എനിക്ക് അതിൻ്റെ പേരുകളൊന്നും കറക്റ്റ് അറിയാൻ പാടില്ല ഗൈസ്. സോ എനിക്ക് എന്തോ പള്ളിയിലിരുന്ന് ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് റോസറി ഉണ്ടാക്കണം, അവർക്ക് വേണ്ടി ഉണ്ടാക്കണം എന്നുള്ളൊരു തോട്ട് വന്നു. അങ്ങനെ ഞാനിപ്പോൾ 2 റോസറി അവർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതും കൂടി നിങ്ങളെ കാണിച്ചു തരാം. അത് ഈ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരെണ്ണം വൈറ്റ് ബീഡ്സിൽ ബ്ലാക്ക് വരുന്ന റോസറീസാണ്. ബ്ലാക്ക് നമ്മുടെ ഹെയിൽ മേരിയുടെ അവിടെയും, അതേപോലെ തന്നെ ഈ നമ്മുടെ ഇവിടുത്തെ ഒരു ഫസ്റ്റ് സെഗ്മെന്റിലും ഈ ഒരു 6 ബീഡ്സ് ബ്ലാക്കും ബാക്കിയൊക്കെ വൈറ്റ്. എൻ്റെ അടുത്ത് വൈറ്റ് ബീഡ്സാണ് ഉള്ളത്, നിങ്ങളുടെ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ കൊടുത്തേക്കുന്ന സെൻറ്റർ പീസസ് ബെനഡിക്ഷൻ സെൻറ്റർ പീസാണ് കൊടുത്തേക്കുന്നത്. അതേപോലെ ക്രോസ് കൊടുത്തേക്കുന്നത് പോപ്പിൻ്റെ കയ്യിലൊക്കെ ഇരിക്കുന്ന ടൈപ്പ് ഒരു ക്രോസാണിത് കേട്ടോ. അപ്പോൾ ഇതൊരു റോസറി. എനിക്ക് പേരൊക്കെ ശരിക്കും അറിയില്ല കേട്ടോ. അവരുടെ ഒരു ഡിഫിക്കൽട്ട് പേരായിരുന്നു. ബ്രിട്ടീഷ് നെയിം അല്ല, എനിക്ക് തോന്നണം അവർ വേറെ ഏതോ യൂറോപ്യൻ കൺട്രീസിൽ നിന്നുള്ള പിള്ളേരൊക്കെയാണ് തോന്നുന്നത്. അപ്പോൾ വേറെ ഒരെണ്ണം ഉണ്ടാക്കിയതും വൈറ്റ് ബീഡ്സ് ആണ് മെയിൻലി. പ്ലസ് അഡീഷണലി ഞാൻ ഒരു ബ്ലൂ ബീഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബ്ലൂ ആണ്, നല്ല ഭംഗിയുള്ള ബ്ലൂ ആണ് കേട്ടോ. ഒരു നേവി ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള. അതിൽ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് അഗെയിൻ ബെനഡിക്ഷൻ്റെ സെൻറ്റർ പീസാണ്. അതേപോലെ പോപ്പ്
പോപ്പൊക്കെ യൂസ് ചെയ്യുന്ന ക്രൂസിഫിക്സ് ആണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ അഡീഷണലി ഉണ്ടാക്കിയ റോസറീസ്. അപ്പോൾ ഈ റോസറി ഞാൻ 2-3 ദിവസമായി ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ബീഡ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണമായിരുന്നു, ഈ ബ്ലൂ ബീഡ്സിന് വേണ്ടി. കാരണം ഒരേപോലത്തെ ഉണ്ടാക്കാൻ തോന്നിയില്ല, രണ്ടും വ്യത്യസ്തമായിട്ട് ഇരിക്കട്ടെ എന്ന് തോന്നി. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. എല്ലാ റോസറീസും ഒരേപോലെ ഇരിക്കണം പാടില്ല, എന്തെങ്കിലും വ്യത്യാസം വേണം. പിന്നെ ഇപ്പോൾ കസ്റ്റമൈസ്ഡ് ആയിട്ടൊക്കെ എന്തെങ്കിലും പറയണമെങ്കിൽ ഉണ്ടാക്കാം. ഞാൻ ഇതുവരെയും ആർക്കും കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല കേട്ടോ. ഇങ്ങനെ അതായത് ഒരു സെയിൽ ചെയ്തിട്ടില്ല, എല്ലാം ഇങ്ങനെ ഗിഫ്റ്റ് പോലെ കൊടുത്തിട്ടുള്ളൂ. In the name of Jesus, maybe in future I'll sell it. I don't know. Anyway, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എൻ്റെ ഏത് റോസറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? വൈറ്റും ബ്ലാക്കും ആണോ അല്ലെങ്കിൽ വൈറ്റും ബ്ലൂ ആണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ഡൗൺ ചെയ്യണം പ്ലീസ്. സോ ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഭാഗ്യത്തിൽ 2 ഇങ്ങനത്തെ സാക്ക് ക്ലോത്തിൻ്റെ പോലത്തെ ഇതുണ്ട്, എന്താ ഗിഫ്റ്റ് പോലെ കൊടുക്കാനാണല്ലോ. അപ്പോൾ അതിനകത്ത് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. യെസ്, അപ്പോൾ ബാക്ക് ക്യാമറയിൽ കൂടി കാണിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതാണ് നമ്മൾ ചെയ്ത ഫൈനൽ വർക്ക്. കണ്ടോ, ഞാൻ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തേക്കുന്നത് ഇതാണ്. പിന്നെ ഇൻസ്റ്റെഡ് ഓഫ് ചെയിൻ നമ്മൾ ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഈച്ച് ആൻഡ് എവറി ബീഡ്സിൻ്റെ ഇടയിലും ഒരു നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു സിംഗിൾ നോട്ട്. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ആ മിറാക്കുലസ് വാട്ടർ ഉള്ള സൈഡ്. ഇപ്പുറത്ത് ലൂർദ് മാതാവും അന്ന് ഉണ്ടായിരുന്ന പിള്ളേരും ആ ഒരു ഇതാണ്, ആ ഗ്രോട്ടോയാണ് കാണിച്ചേക്കുന്നത്. അഗെയിൻ കണ്ട, ഈ ബീഡ്സിൻ്റെ ഇടയിലൊക്കെ സിംഗിൾ നോട്ടാണ് ഇങ്ങനെ ഒരു സിൽവർ ആക്സസറീസ് കൊടുത്തേക്കുന്നത്. യെസ്, ദിസ് ഈസ് എ ഫൈനൽ ലുക്ക്. കൊള്ളാം അല്ലേ? അതിൻ്റെ ഒരു ഭംഗി പോകാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയപ്പോൾ എനിക്ക് സന്തോഷമായി. അപ്പോൾ നമുക്കത് ഈ റോസറി ഇതിൻ്റെ ബോക്സിൽ തന്നെ ഇട്ട് വെക്കാം. ഇങ്ങനത്തെ ബോക്സൊക്കെ കുറച്ച് വാങ്ങിച്ചു വെക്കണം. ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ബോക്സിൽ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? ഇപ്പോൾ ഫാദറിന് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം. എന്തായാലും ഞാനിത് ഇപ്പോൾ തന്നെ എടുക്കൂട്ടാ പ്രാർത്ഥിക്കാൻ വേണ്ടി. റോസറി ഈസ് മൈ ഫേവറേറ്റ് പ്രയർ ഗൈസ്. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ്. നമുക്കിത് ഇനിയും മൂടി വെക്കാം. കൊള്ളാം അല്ലേ? ഞാൻ പറഞ്ഞ പോലെ നല്ല ഭംഗിയുള്ള ബീഡ്സാണ് ഈ ബ്ലൂ ബീഡ്സ്. കണ്ടോ, ഇത് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എനിക്ക് അതുകൊണ്ട് സന്തോഷമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊന്നും ഞാൻ നോട്ട് ഇട്ട് കൊടുത്തിട്ടില്ല, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. കാരണം നമുക്കിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, സോ ദിസ് ഈസ് നൈസ് റൈറ്റ്. നല്ല കോമ്പിനേഷനാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, ബ്ലൂവും വൈറ്റും. അപ്പോൾ ഇത് ആർക്ക് കിട്ടുമെന്ന് അറിയാൻ പാടില്ല. നമുക്കിത് ഒരു ബാഗിലേക്ക് മാറ്റാം. എനിക്ക് ഒരു കുഞ്ഞു കാർഡ് ഉണ്ടാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. ഇത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ള ബീഡ്സാണ്. എൻ്റെ അടുത്ത് ഇനി ഇത് കുറച്ചും കൂടി ഉള്ളൂ കേട്ടോ. നാട്ടിൽ നിന്ന് വാങ്ങുന്ന ബീഡ്സാണിത്. ആ ബ്ലൂ ബീഡ്സ് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചതാണേ, ഓൺലൈൻ. അപ്പോൾ ഇത് ഈ വൈറ്റും ഈ ബ്ലൂ ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഡ്സാണ്, നമ്മുടെ ബ്രോഡ്വേയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഓക്കെ, ഇത് നല്ല രസമുണ്ട് അല്ലേ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നു, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതും എനിക്കിഷ്ടപ്പെട്ടു. നമുക്കിതും പാക്ക് ചെയ്യാം. യെസ്, സോ അങ്ങനെ നമ്മളുടെ റോസറീസ് ഒക്കെ റെഡിയാണ്. ഞാൻ വേഗം ചെയ്ത് വെച്ചതാണ്, നമുക്കിനി സമയം കിട്ടിയില്ലെങ്കിലോ, അതുകൊണ്ട് പരിപാടി കഴിഞ്ഞു. എനിവേ, അപ്പോൾ ഈ സൺഡേ പള്ളിയിൽ പോകുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട സാധനങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. Rosary lovers, please do comment down if you love rosary and let me know what is your opinion about these rosaries. Okay, അപ്പോൾ ഞാൻ എന്തായാലും ഈ റോസറി ഇപ്പോൾ തന്നെ ഞാൻ എടുക്കും. ഞാൻ പറഞ്ഞ പോലെ ഐ എം ഗോയിങ് ടു റിസൈറ്റ് മാക്സിമം റോസറി. എത്ര റോസറീസ് ഞാൻ റിസൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയാം വേറൊരു വീഡിയോയിൽ ഈ റോസറി വെച്ചിട്ട്. So please do like, share and comment. If you haven't subscribed to my channel, please subscribe. Thanks for watching guys. I'll see you next time. God bless.